ഉണ്ടാക്കാവുന്ന ഒരു എഗ് റൈസ് ഉണ്ടാക്കാം. അതിന് ഞാൻ ഈ ചോറ് നമ്മളിത് കണ്ടോ, ചോറ് വെച്ച് ഞാൻ ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് കുഴഞ്ഞു പോകാതെ നമ്മൾ ഇച്ചിരി ഒത്തിരി വെന്ത് പോകാത്ത പോലെ ചോറ് വാർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവോള, ഒരു തക്കാളി, 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് 1 സ്പൂൺ മുളക് പൊടി നമ്മളെടുക്കാം, 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. പിന്നെ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മസാല മൂത്ത് കഴിഞ്ഞ് സ്മാഷ് ചെയ്ത് ഇതിനകത്ത് ഇടാവുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഈ പാൻ ചൂടാക്കി നമുക്ക് ഈ മസാല ഒന്ന് വഴറ്റാം. പാൻ ചൂടാക്കി ഞാനൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ചോറിന് ഇച്ചിരി നല്ല എണ്ണമയം വരാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് വഴറ്റാം. ഗോൾഡൻ ബ്രൗൺ ആവണ്ട, എങ്കിലും ഒരുവിധം ഒന്ന് വഴന്ന് കിട്ടുന്നവരെ നമുക്ക് ഇളക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവണ്ട. നമ്മൾ ഈ ചോറിനകത്തൊന്ന് കടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിനി ഗ്യാസ് ഒന്ന് സ്ലോ ആക്കിയിട്ട് നമുക്ക് ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് ചേർക്കാം. നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ചോറിനും കൂടി ഉദ്ദേശിച്ചാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതൊന്ന് ഇളക്കി പച്ചമണം മാറിയിട്ട് നമുക്ക് ചോറ് ചേർക്കാം. അതിന് മുമ്പിൽ തന്നെ ഈ മസാലയ്ക്കകത്തോട്ടാണ് ഞാൻ മുട്ട അടിച്ച് ചേർക്കുന്നത്. ഇത് മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഈ 2 മുട്ട എടുത്തത് ഒന്ന് അടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് സ്പൂണിട്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് നൂല് പോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അന്നേരം നമ്മുടെ മുട്ട ഒന്ന് നല്ലപോലെ സ്ക്രാമ്പിൾഡ് ചെയ്ത് കിട്ടും. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ആ മുട്ടയ്ക്കകത്ത് നല്ലതുപോലെ ആ മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ച് കിട്ടും. ചോറ് നമ്മുടെ വെന്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ പിന്നെ വേവിക്കാനൊന്നുമില്ല. ഈ മുട്ട ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചോറ് ചേർക്കാം. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉപ്പ് ഇടുന്നില്ല. ചോറ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഗ്യാസ് ഒന്ന് സ്ലോ ആക്കുക. നമ്മളിപ്പോൾ ഞാനൊരു 2 പേർക്കുള്ള ചോറാണ് റെഡിയാക്കുന്നത്. ആവശ്യത്തിനുള്ള ചോറ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഉപ്പും കൂടെ ചേർക്കുകയാണ്. മസാലയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ഉപ്പ് നല്ലതുപോലെ ഇടുവാണെങ്കിൽ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇത് എഗ് റൈസ് റെഡിയാണ്. നല്ലതുപോലെ ചൂടായി എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 2 കരിയാപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മളിതിനി ഓഫാക്കുക, അല്ലെങ്കിൽ ചോറ് ഒത്തിരി നേരം ഇട്ട് ഇളക്കിയാൽ കുഴഞ്ഞു പോകും. നമുക്കിത് നല്ലൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ എഗ് റൈസ് റെഡിയാണ്. നമുക്കതിന് കൂട്ടാൻ ഞാൻ തൈരാണ് എടുക്കുന്നത്. തൈരാണ് ഇതിന് പറ്റിയ കോമ്പിനേഷന്. നമ്മളെപ്പോഴും പ്ലെയിൻ റൈസ് അല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയൊന്ന് എഗ് റൈസ് ഉണ്ടാക്കി നോക്കിയാൽ വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും.